മഹാബലേശ്വർ നൈറ്റ് സ്റ്റേ ഞങ്ങൾ MTDCയിലായിരുന്നു കേട്ടോ. അവിടുത്തെ രാത്രിയിലെ തണുപ്പെന്ന് പറഞ്ഞാൽ ദേ ഒരു സ്വെറ്റർ, 2 സ്വെറ്റർ, തൊപ്പി, പുതപ്പ്, പിന്നെ മറ്റേ കമ്പിളി എല്ലാം 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 കൊണ്ട് കവർ ചെയ്ത ശേഷവും ഭയങ്കര തണുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ MTDC ഞങ്ങൾ ഔറംഗാബാദ് പോയ പോലെ അത്രയ്ക്കൊരു ഡീസൻറ്റ് MTDC ഒന്നും അല്ലായിരുന്നു. മഹാബലേശ്വർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ MTDC എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല കേട്ടോ. ഞാൻ സ്റ്റേ ചെയ്തിരുന്ന അത്രയ്ക്കൊരു അടിപൊളി സെറ്റപ്പ് അല്ലായിരുന്നു. പിന്നെ തണുപ്പ് ഒരു രക്ഷയില്ല നമ്മൾ ഈ സീസണിൽ പോയതുകൊണ്ട്. സോ ആരെങ്കിലും മഹാബലേശ്വർ ഈ ഒരു ടൈമിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നല്ല രീതിയിൽ സ്വെറ്ററും കാര്യങ്ങളും തൊപ്പികളൊക്കെ കൊണ്ട് തന്നെ വരണം കേട്ടോ. അപ്പോൾ രാത്രിയിൽ അന്ന് ഞാൻ ഉറങ്ങിയതേ ഇല്ല തണുപ്പ് കാരണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളോടുകൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചൊരു വ്ളോഗൊന്നും എടുത്തില്ല. ഞാൻ ചെറിയ ചെറിയ ഷോർട്സൊക്കെയാണ് യാത്രയുടെ എടുത്തത്. അപ്പം രാത്രി 1-1:30 മണിയായപ്പോഴത്തെ ഒരു പരാക്രമ വീഡിയോ ആണിത്. അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇപ്പം ഈ ഹിൽ റീജിയൻസൊക്കെ പോവുകയാണെങ്കിൽ വേണ്ട രീതിയിലുള്ള സ്വെറ്ററുകളും തൊപ്പികളും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ പോകണം. പിന്നെ മഹാബലേശ്വർ രാത്രിയിലുള്ള തണുപ്പ് പിന്നെ പകൽ അതുമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു. നല്ല കിടില ഒരു സെറ്റപ്പായിരുന്നു കേട്ടോ. രാത്രിയിലത്തെ ആ ഒരു തണുപ്പ് മാത്രമേ ഉള്ളായിരുന്നു ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളത്.